ദൃശ്യം 3 നമ്മുടെ ലാലേട്ടൻ ജിത്തു ജോസഫ് കോമ്പിനേഷനിൽ വരുന്ന ദൃശ്യം എന്ന് പറയുന്നൊരു കൾട്ട് ക്ലാസിക്കിൻ്റെ മൂന്നാം ഭാഗമാണ്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പൊരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സട്ടിലായിട്ടുള്ള നമ്മൾ ഒരുപാടങ്ങ് പ്രതീക്ഷിക്കേണ്ട എന്തോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ടീസറായിരുന്നു. ഞാൻ റിയാക്ട് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രാഞ്ചൈസി മലയാളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. എന്നാൽ പോലും നമ്മൾ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ നിന്നും എസ്പെഷ്യലി ഒരു ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് 2 സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഒരുപാട് ട്വിസ്റ്റും ടേണുകളും ഒക്കെ, അല്ലെങ്കിൽ ഒരു 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 ആ ട്വിസ്റ്റുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. സോ അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ലാന്നൊരു രീതിയിൽ അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ടീസർ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയും ട്രെയിലർ വന്ന സ്ഥിതിക്ക് അതെങ്ങനെ ഉണ്ടാകും നമുക്ക് ആദ്യം നോക്കാം. ട്രെയിലർ നമുക്ക് കാണാം. എന്താണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാൻ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. യൂസ് ഹെഡ്ഫോൺസ്. വീട്. ആ ഒരു വക്കീലിൻ്റെ ക്യാരക്ടറാണ്. ഓക്കെ, അതെ, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ അതാണ് എൻ്റെ ഒരു വീട്. ഒരു സസ്പെൻസ് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ്. ദ ക്ലാസിക് ക്രിമിനൽ ജോർജ് കുട്ടി. ഇങ്ങനെ ഇല്ലല്ലോ ഈ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിക്ക്, അങ്ങനെ ഒരു ഇതില്ല. ആഹാ, അപ്പോൾ പത്രക്കാരോട് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് തോന്നുന്നു. Does his defense. But you never saw. എന്താണ്? What it caused him. അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായത്. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. ജിത്തു ജോസഫ്. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? ആന്റണി അണ്ണനുണ്ട് ഇതിലും. ദൃശ്യം 3 ഒന്നും കഴിഞ്ഞോ? ഇത് ഫസ്റ്റ് ടീസറിനകത്ത് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ലാതെ ഭയങ്കര സഡലായിട്ട് പോയി, ഒരുപാട് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു മീഡിയ ഇൻവെസ്റ്റിഗേഷൻ കയറി വരുന്നു. പിന്നെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഒരുപാട് ഇപ്പം ഇത്രയും നാൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് തന്നെ പുള്ളി അലട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ കൈൻഡ് ഓഫ് പരിപാടിയായിരിക്കും. എന്നാലും ടെസ്റ്റും ടേണുകളും ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ ആയിരിക്കും ഇവരിങ്ങനെ ഒരു ട്രെയിലറും ടീസറൊക്കെ തരുന്നത്. എന്നാൽ പോലും നമുക്ക് ജോർജ് കുട്ടിയെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ജോർജ് കുട്ടി അങ്ങനത്തെ ഒരാളല്ല. എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെൻറ്റ് ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആളല്ല. പ്രതീക്ഷിക്കുന്ന രീതിയിൽ സിനിമാ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തായിരിക്കും ഒരു കാര്യം വരുന്നത്. ആ ഒരു ക്യാരക്ടർ എഴുതിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഓവർ ഹൈപ്പൊന്നും വെക്കുന്നില്ല, എന്നാൽ പോലും ദൃശ്യത്തിനായൊരു ഹൈപ്പ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ വളരെ നല്ലൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഈ കണ്ടിട്ടുള്ളതൊന്നും അല്ല, ഈ നമ്മൾ കാണാത്തൊരു കാര്യമാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഫാമിലിക്കുള്ളിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര നാൾ, അങ്ങനത്തെ പാസ്റ്റും അതിനകത്ത് വരാം. പിന്നെ ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഈ ഒരു ടൈം ലൈൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടോ എന്നുള്ളതും ആകാം. ആ ഒരു മീഡിയ ഇൻ്റർഫിയറൻസ് അധികം ഇതിനകത്തൊന്നും അധികം വന്നിട്ടില്ല. ഇതിനകത്തത് വരുന്നുണ്ട്, അത് ഭയങ്കര പ്രശ്നമായിട്ട് വരാം. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് തിയേറ്ററിൽ കാണാം. 21-നാണ് റിലീസ് വരുന്നത്. മലയാളത്തിൽ ഏറ്റവും വലിയൊരു തൂക്കിയടി പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. എസ്പെഷ്യലി ഈ ഒരു ട്രെയിലറിന് ഒരു അനക്കം വെക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ആ ത്രില്ലർ സ്വഭാവമുണ്ട് സിനിമയ്ക്ക് എന്നുള്ളത് ആദ്യ അവസാനം ഈ ഒരു ട്രെയിലറിനകത്തുണ്ട്. അത് തന്നെയാണ് വലിയ കാര്യം.
സോ ഒരു കിടിലൻ ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. ഭയങ്കര ഭയങ്കര ഓളം അങ്ങനെയൊന്നുമല്ല. ഒരു ദൃശ്യത്തിൻ്റെ ഒരു സ്ലോ പേസ് പരിപാടി, പക്ഷേ ഭയങ്കരമായുള്ളൊരു ഒരു 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 ത്രില്ലർ സ്വഭാവം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.